ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി തുടരുന്നുണ്ടെങ്കിലും പല ടീമുകളും ട്രാൻസ്ഫറുകളൊക്കെ ഹോൾഡ് ചെയ്ത് ഒരു മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നിലവിൽ ഇപ്പോൾ ഡുറൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനലൊക്കെ അടുക്കാറായി. ഈ പോയ ഡുറൻ കപ്പിലാവട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലാവട്ടെ ഒരു വലിയൊരു സാന്നിധ്യം അല്ലെങ്കിൽ വലിയൊരു ശ്രദ്ധ നേടിയെടുത്ത ഒരു ടീമാണ് ഡയമണ്ട് ഹാർബർ FC എന്ന് പറയുന്നത്. ആദ്യം ഐ ലീഗ് 3rd ഡിവിഷൻ കളിച്ച് അത് ജയിക്കുകയും പിന്നീട് 2nd ഡിവിഷൻ കളിച്ച് അത് ജയിക്കുകയും പിന്നെ നിലവിൽ ഐ ലീഗിൻ്റെ മെയിൻ ഡിവിഷനിലേക്ക് പ്രൊമോട്ടായി വന്നിട്ടുള്ള ഡയമണ്ട് ഹാർബർ FC വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ടീമാണ്. പോരാത്തതിന് ഈ ഒരു ടീമിനെ നിലവിൽ നയിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിട്ടുള്ള കിബു വിക്ടൂനെയാണ് എന്നും കൂടി എടുത്ത് പറയേണ്ടതാണ്. പോരാത്തതിന് ISL നിന്നുമൊക്കെ തന്നെ കളിച്ചിട്ടുള്ള താരങ്ങൾ നിലവിൽ ഡയമണ്ട് ഹാർബർ FCക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ആയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അത് ഡയമണ്ട് ഹാർബർ FCയുമായി കണക്റ്റഡ് ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3rd ഗോൾ കീപ്പറായിട്ടുള്ള മുഹമ്മദ് അർബാസിനെ നിലവിൽ ലോണിന് ഡയമണ്ട് ഹാർബർ FCയിലേക്ക് വിട്ടിരിക്കുകയാണ്. സോ അവിടെ ഓൾറെഡി ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിഷാദ് മിച്ചു ഉണ്ട്. ഒരുപക്ഷെ 2nd ഗോൾ കീപ്പറായിട്ടായിരിക്കാം മുഹമ്മദ് അർബാസിനെ നിലവിൽ ഡയമണ്ട് ഹാർബർ FC സീസൺ ലോങ് ആയിട്ടുള്ള ലോണിൽ താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിലവിൽ ഡയമണ്ട് ഹാർബർ FC ഡുറൻ കപ്പിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അവർ നിലവിലെ സെമി ഫൈനലിസ്റ്റാണ്. പോരാത്തതിന് ഈ ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, അതായത് മുഹമ്മദ് അർബാസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നെ നിലവിൽ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ISL ഇനി നടക്കുമോ എന്ന കാര്യത്തിൽ വളരെ വലിയൊരു സംശയം നിൽക്കുകയാണ്. ഇനി ISLൻ്റെ കാര്യത്തിൽ വലിയ അപ്ഡേറ്റ് കിട്ടുന്നവരെ മറ്റൊരു ടൂർണമെൻറ്റിലും കളിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 3rd ഗോൾ കീപ്പറായിട്ടാണ് മുഹമ്മദ് അർബാസ് ഉള്ളത്. സോ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ വലിയ തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ലോണിന് വിട്ടത് വളരെയധികം സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരുപാട് മെച്ചപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു നീക്കത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഇതിനെല്ലാം പുറമെ വരുവാനായിട്ട് പോകുന്ന 22-ാം തീയതി, അതായത് ഓഗസ്റ്റ് 22-ാം തീയതി ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെ പുറത്തേക്ക് വരുവാനായിട്ടുള്ള ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്.